ഹലോ. ഈ ഒരു പ്രോസ്റ്റേറ്റ് വീക്കത്തിന്റെ അല്ലെങ്കിൽ BPH, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസിയന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ സാധാരണ ഒരു പ്രോസ്റ്റേറ്റ് വീക്കത്തിന് ഉണ്ടാവുന്ന ലക്ഷണങ്ങളും ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് തുടക്കത്തിലൊന്നും. അതായത് മൂത്രം ഒഴിക്കാൻ വേണ്ടി എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുക, മൂത്രത്തിന്റെ ഫ്ലോ കുറയുക, മൂത്രം ഒഴിച്ചാലും സംതൃപ്തിയില്ലാതിരിക്കുക, മൂത്രം ഒഴിക്കാൻ പോയി നിന്നാൽ ചില സമയം മൂത്രം വരാതിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഒരു പ്രോസ്റ്റേറ്റ് വീക്കത്തിനും സാധാരണഗതിയിലുള്ള ഒരു പ്രോസ്റ്റേറ്റ് വീക്കത്തിനും. എന്നാൽ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് വന്നിട്ടുള്ള തുടക്കത്തിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സോ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പെട്ടെന്ന് തന്നെ പോയി കാണണം. അതുകൊണ്ടാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ പല ടെസ്റ്റുകളും ചെയ്യും. അതായത് പെർറെക്ടൽ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ. ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാൻ വേണ്ടി പറ്റും ഇത് ക്യാൻസർ ആണോ അതോ സാധാരണ ഒരു പ്രോസ്റ്റേറ്റ് വീക്കമാണോ എന്നുള്ളത്. അപ്പൊ ഇത് തമ്മിലുള്ള ലക്ഷണങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്നുള്ളത്. ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ അല്ലെ പ്രോസ്റ്റേറ്റിന്റെ ഇൻഫെക്ഷൻ ആണോ വീക്ക് ആണോ എന്നുള്ളതിൽ വലിയ വ്യത്യാസങ്ങൾ സാധാരണ ലെവലിൽ കാണാറില്ല.